പത്തനംതിട്ട ഗവി മീനാറിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. അംഗനവാടി ജീവനക്കാരിയായ 32 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ചിറ്റാർ സ്വദേശി വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ വെച്ച് പോലീസ് പിടികൂടി. നേരത്തെ മറ്റൊരു കൊലപാതക കേസിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് വിനോദ് കുമാർ. പ്രതി കൊലപാതകം സമ്മതിച്ചെങ്കിലും ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നാണ് പോലീസിന് നൽകിയ മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് പറയുന്നു. മൂഴിയാറിനും ഗവിക്കുമിടയിൽ മീനാറിൽ വനത്തിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു യുവതിയുടെ മൃതദേഹം. വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള അംഗനവാടിയിലെ ജീവനക്കാരിയായിരുന്നു യുവതി. കാൽനടയായി അംഗനവാടിയിലേക്ക് പോയ യുവതിയെ പ്രതി വിനോദ് കുമാർ കടന്നു പിടിച്ച് കീഴ്പ്പെടുത്തി. യുവതി ഫോണിൽ ബന്ധുവിനോട് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. തലയടിച്ച് നിലത്ത് വീണ യുവതി ബോധരഹിതയായി. പിന്നീട് വിനോദ് കുമാർ യുവതിയെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തി. യുവതിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെ ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ തെരച്ചിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. വന്യമൃഗ ആക്രമണമാണെന്ന് ആദ്യം സംശയമുണ്ടായെങ്കിലും പിടിവലിയുടെ ലക്ഷണങ്ങൾ കണ്ടതോടെ നാട്ടുകാർ പ്രദേശത്ത് വ്യാപകമായി തെരച്ചിൽ നടത്തി. ഇതിനിടെ ഒരാൾ മീനാറിന് സമീപത്ത് നിന്ന് കുട്ടിയുമായി KSRTC ബസ്സിൽ വണ്ടിപ്പെരിയാറിലേക്ക് പോയതായി വിവരം ലഭിച്ചു. ഉടൻ വനംവകുപ്പിനെയും പോലീസിനെയും വിവരമറിയിച്ചു. വണ്ടിപ്പെരിയാറിന് സമീപം വള്ളക്കടവിൽ വെച്ച് KSRTC ബസ്സിലിരുന്ന വിനോദ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പത്തനംതിട്ട പോലീസിന്റെയും വണ്ടിപ്പെരിയാർ പോലീസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. യുവതിയുമായി നേരത്തെ അടുപ്പമുണ്ടായിരുന്നുവെന്ന് വിനോദ് കുമാർ പോലീസിനോട് പറഞ്ഞു. ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിനോദ് കുമാർ വനവിഭവങ്ങളുമായി കഴിഞ്ഞ ദിവസം മൂഴിയാറിൽ നിന്ന് ഗവിയിലെ സ്ഥാപനത്തിലെത്തിയതായിരുന്നു. യുവതി അംഗനവാടിയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന സമയവും സ്ഥലവും നിരീക്ഷിച്ച പ്രതി പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. ബലാത്സംഗത്തിന് ശേഷം തല തോട്ടിലെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് കൊന്നതായാണ് സംശയിക്കുന്നത്. നേരത്തെ ഒരു കുട്ടിയെ കല്ലുകൊണ്ട് അടിച്ചു കൊന്ന കേസിൽ വിനോദ് കുമാർ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു വിനോദ് ഒരാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഈ കേസിനായിട്ട് ബന്ധപ്പെട്ട്. അയാൾ 42 years ഏജ് ആണ്. അയാൾ പെരുന്നാട് സ്റ്റേഷൻ ലിമിറ്റിലുള്ള ആളാണ്. അപ്പോൾ അയാൾ നമ്മൾ ചോദ്യം ചെയ്ത് അപ്പോൾ അയാൾ കുറ്റം ചെയ്തതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. നമ്മൾ സോഫാർ പ്രതിയുടെ ചോദിച്ചപ്പോൾ ഇദ്ദേഹമാണ് കുറ്റം ചെയ്തതായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ അന്വേഷണ അവസ്ഥയിലാണ്. ബാക്കി അതെല്ലാം നമ്മൾ ഇന്ററാഗേറ്റ് ചെയ്യുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഇനി ചോദിച്ച് നമ്മൾ അതിന്റെ കാരണങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നമ്മൾ സമയബന്ധിതമായിട്ട് അന്വേഷിച്ച് ചാർജ് കൊടുക്കും. പ്രതിയെ മൂഴിയാറിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട യുവതിക്ക് ഭർത്താവും ഒരു കുട്ടിയുമുണ്ട്. വിനോദ് കുമാർ കസ്റ്റഡിയിലാകുമ്പോൾ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒപ്പമുണ്ടായിരുന്നു. ഇത് സഹോദരിയുടെ മകളാണെന്നാണ് പ്രതിയുടെ മൊഴി. കുട്ടിയെ ബന്ധുക്കൾക്ക് കൈമാറാൻ നടപടി സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കേസിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.